നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ദ്രേട്ടൻ അങ്ങനെ മാറേണ്ട കാര്യം എന്താ? അമ്മയെ ആര് ജാമ്യത്തിൽ ഇറക്കിയാലും ഇന്ദ്രേട്ടൻ അത് അംഗീകരിച്ചോളെന്ന് പറഞ്ഞല്ലേ. അത് മാത്രമല്ല, അമ്മ ഇറങ്ങുന്നതില് ചേച്ചിക്കും എതിർപ്പില്ല. അപ്പൊ പിന്നെ ഇന്ദ്രേട്ടൻ മാത്രമായി അമ്മയെ ഉപേക്ഷിച്ചു പോകാനുള്ള തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടുക്കാതിരിക്കട്ടെ. ഇന്ദ്രേട്ടനും ഏട്ടത്തേക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ തോന്നിയ ഭാഗ്യം. പ്രതിഭേ, ഇപ്പൊ വരാവേ. ശരി. ഹലോ ചേച്ചി. സോനെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ ചേച്ചി? അമ്മയ്ക്ക് ഉടനെ ജാമ്യം കിട്ടുമോ? സുശീല ആന്റി ഇന്ന് തന്നെ ജാമ്യത്തിലിറങ്ങും. ഇന്ന് അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് സത്യമാണോ? ജാമ്യം കിട്ടുമെന്നുള്ള ഉറപ്പ് അഡ്വക്കേറ്റ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ഇന്ന് തന്നെ കഴിയുമെന്ന വിശ്വാസം. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇതൊന്നും ഒരു നന്ദി വാക്കിൽ ഒതുക്കേണ്ട കാര്യമല്ല സോനെ. പിന്നെ ഹർഷ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും സോനയ്ക്കുണ്ടാവണം. എനിക്കൊരാവശ്യം വരുമ്പോ സോന എന്റെ കൂടെ നിൽക്കണം. ഉറപ്പായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ചേച്ചി. അമ്മയിന്ന് ജാമ്യത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് എനിക്കിവിടെ പറയാലോ അല്ലേ? ആ, പിന്നെന്താ, ധൈര്യമായിട്ട് പറഞ്ഞു. അത് മാത്രം പോരെ, അമ്മ അവിടെ എത്തിയ അവരെ സ്വീകരിക്കാനുള്ള മനസ്സുകൂടി മക്കള് കാണിക്കണം. അവിടെയാണ് ചേച്ചി ചെറിയൊരു പ്രശ്നമുള്ളത്. ഇന്ദ്രേട്ടൻ ഇവിടെ ഇല്ല. ഇന്ദ്രേട്ടൻ അമ്മയെ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ബാക്കി ആരും അതിന് തയ്യാറാവുകയില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ചേച്ചി. സത്യേട്ടനോടും ശ്യാമേട്ടനോടും എനിക്ക് പറയാനേ പറ്റൂ. നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റില്ല. മാത്രമല്ല, അവരമ്മയോട് പ്രതിഷേധിക്കാൻ തീരുമാനിച്ച എനിക്കും അവരോടൊപ്പം ചേരേണ്ടി വരും. എന്റെ നിസ്സഹായാവസ്ഥ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെനിക്ക് മനസ്സിലാവും സോനെ. നിന്റെ നിലനിൽപ്പ് നീ നോക്കിയല്ലേ പറ്റൂ. പക്ഷേ മനസ്സുകൊണ്ട് നീ എപ്പോഴും നിന്റെ അമ്മയുടെ കൂടെ ആയിരിക്കണം. അതെന്നും അങ്ങനെ തന്നെയാ ചേച്ചി. അതുകൊണ്ടല്ലേ അമ്മയെ രക്ഷിക്കണമെന്ന് ഞാൻ ചേച്ചിയോട് റിക്വസ്റ്റ് ചെയ്തത്. എന്റെ പ്രാർത്ഥന എപ്പോഴും അമ്മയ്ക്ക് വേണ്ടിയാ. എങ്കിലേ അമ്മ വന്ന ശേഷം നീ ചില കാര്യങ്ങളും കൂടി ചെയ്യണം. എന്താണെന്ന് ഞാൻ പറയാം, നീ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ചേച്ചി പറ, ഞാൻ കേൾക്കാം. സത്യേട്ടാ. സോന എവിടെ പ്രതിഭേ? സാധാരണ അവളാണല്ലോ ചായയായിട്ട് വരുന്നത്. സോന ഇവിടെ തന്നെയുണ്ട്. ഒരു കോള് വന്നിട്ട് സംസാരിക്കുക. ഇപ്പൊ വരും. ഏയ് വരണമെന്നില്ല, ഞാൻ ചുമ്മാ കാണാത്തോണ്ട് ചോദിച്ചേ ഉള്ളൂ. രാവിലെ തന്നെ അവളെ ആര് വിളിക്കാനാ? ഇന്ദ്രേട്ടനോ അനുചേച്ചോ മറ്റോ ആണോ? അറിയില്ല. സോന മുറിയുന്ന സംസാരിക്കുന്ന. ആരാ സോന വിളിച്ചേ? അത് പിന്നെ ഹർഷ ചേച്ചിയാ. ഹർഷ ചേച്ചിയോ? അവളെന്തിനാ നിന്നെ വിളിച്ചത്? അമ്മയെ ഉപദേശിച്ച് അവള് ജയിലിലാക്കി. ഇനിയിപ്പോ നിന്നെ ഉപദേശിക്കാൻ വിളിച്ചതാണോ? ഏയ്, ഞാനതിലൊന്നും വീഴുന്ന കൂട്ടത്തിലല്ലെന്ന് അവർക്കറിയാം. ഇന്ദ്രേട്ടനെ വിളിച്ചു നോക്കിയപ്പോ എടുത്തില്ലാന്ന് തോന്നുന്നു. അതാ എന്നെ വിളിച്ചത്. പിന്നെ
അമ്മയെ ഹർഷ ചേച്ചി ഇന്ന് ജയിലിൽ നിന്ന് ഇറക്കും അത്ര. സ്വന്തം മക്കള് പോലും ചെയ്യാത്ത കാര്യം താൻ ചെയ്തു എന്നുള്ള ഗമയില അവര് പറഞ്ഞേ.